ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് അൽഫാം ചിക്കൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഫാത്തിന് വേണ്ടിയിട്ട് ചിക്കൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കട്ടിങ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റെല്ലാം നന്നായിട്ട് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. ചിക്കൻ എടുക്കുമ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ സ്കിൻ റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇതുപോലെയുള്ള ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് അമർത്തി കൊടുക്കണം. ഇനി വേണ്ടത് അതിൻ്റെ ജോയിൻറ്റ് ഭാഗത്തു നിന്നെല്ലാം നന്നായിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം. ആദ്യം കൈൻ്റെ ഭാഗത്തുള്ള ജോയിൻറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ലൂസാക്കി കൊടുക്കാം. ഇനി വേണ്ടത് അതിൻ്റെ ബ്രസ്റ്റ് ഭാഗത്തുനിന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. 1-2 കട്ടിങ് കൊടുത്താൽ അത് നന്നായിട്ട് നല്ല ഫ്ലാറ്റായിട്ട് വരും. അപ്പോൾ 2 ഭാഗത്തും അതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കുറച്ച് കനയുള്ള എന്തെങ്കിലും എടുത്തിട്ട് അമ്മിക്കുട്ടി എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കണം. അതിനുശേഷം കാലിൻ്റെ എല്ലും കൂടി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കാലിൻ്റെ ഭാഗത്തുള്ള ഇറച്ചിയെല്ലാം ഒന്നും കൂടി നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഓപ്പണാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ഗ്രിൽ ചെയ്യുന്ന സമയത്ത് ചിക്കൻ ഫ്ലാറ്റായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ മസാലയെല്ലാം നന്നായിട്ട് അതിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ അൽഫഹത്തിന് അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഗ്രീൻ കളറിലുള്ള ഗ്രീൻ ചില്ലിൻ്റെ മസാലയാണ് കൊടുക്കുന്നത്. അതിനു വേണ്ടി കുറച്ച് മല്ലിയില, പുതിന ഇല, പച്ചമുളക്, ക്യാപ്സിക്കം ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 കപ്പ് തൈര്, എന്നിട്ട് ഇതൊന്നും കൂടി മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. ചിക്കനിൽ പരട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നമ്മളിപ്പം ചെയ്യുന്ന അൽഫാം ചിക്കന് അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിവിടെ ചെയ്ത മസാല 2 ചിക്കനുള്ളതാണ്. ഇനി ഇത് നന്നായി കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഒരു ദിവസം ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 5-6 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം, എന്നാലേ നന്നായിട്ട് മസാലയെല്ലാം പിടിക്കൂ. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് 1 മണിക്കൂർ മുന്നേ എങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം.
എന്നിട്ട് ഒന്നും കൂടി മസാല എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം. നമുക്കിനി ഇത് ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ലിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രില്ലിംഗ് സ്റ്റാൻഡൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്. അപ്പോൾ 2 ഇഷ്ടിക ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് കനലിട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. കുറച്ച് ചാർക്കോൾ വാങ്ങി ബാക്കി നമ്മൾ വീട്ടിൽ സാധാരണ ചിരട്ട കത്തിച്ചിട്ടുള്ള കരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ല ചിരട്ട കത്തിച്ച കരിക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചിരട്ട ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ചാർക്കോൾ കുറച്ച് വാങ്ങിയാൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ കരിഞ്ഞു പോകാണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. 2 ഭാഗത്തും കുറച്ച് നന്നായിട്ട് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായി അടിച്ച് പരത്തിയെടുത്ത ചിക്കൻ ആയതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഒരു ദിവസം മസാല പുരട്ടി വെച്ചുകൊണ്ട് നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കനെല്ലാം ഇതുപോലെ ഗ്രില്ല് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ തലേ ദിവസം തന്നെ മസാലയെല്ലാം പിടിപ്പിച്ച് വെച്ചാൽ നമ്മൾ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അൽഫാം ചിക്കന് ഡിപ്പായിട്ട് ഞാനിവിടെ മയണൈസും മിൻറ്റ് സോസും സെർവ് ചെയ്യുന്നുണ്ട്. 2ൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.